പത്തനംതിട്ട തിരുവല്ലയിൽ കനത്ത മഴ. ചാത്തങ്കരി ഉൾപ്പെടെ അപ്പർ കുട്ടനാട് മേഖലയിൽ വെള്ളം ഇറങ്ങിയിട്ടില്ല. മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പസമയത്തിനകം തിരുവല്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിക്കും. വിജിൻ വായാന്തോട് തിരുവല്ലയിൽ നിന്ന് തത്സമയം വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. വിജിൻ, മുഖ്യമന്ത്രി റാന്നിയിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. അല്പസമയത്തിനകം അവിടേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ? ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ട് മുഖ്യമന്ത്രി ഇങ്ങോട്ട് എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ എന്തായാലും തിരുവല്ലയിൽ ശക്തമായ മഴയുണ്ടായിരുന്നെങ്കിലും മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. പക്ഷേ തിരുവല്ലയിൽ വെള്ളക്കെട്ടുകൾക്ക് അങ്ങനെ ഒരു പരിഹാരം നിലവിലുണ്ടായിട്ടില്ല. അതിൽ കുറവുണ്ടായിട്ടില്ല. അധികമായി അങ്ങനെ വലിയ തരത്തിലുള്ള വെള്ളക്കെട്ട് ഉണ്ടാകുന്ന സാഹചര്യവും ഉണ്ടായിട്ടില്ല. അങ്ങനെ നിലവിൽ എന്താണോ സാഹചര്യം അതുപോലെ തന്നെ തുടരുകയാണ്. എന്തായാലും ഈ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആളുകൾ അത് പുനരധിവാസ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ കിടക്കുന്നത് ഇവിടെയാണ്, തിരുവല്ലയിലാണ്. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ മുഖ്യമന്ത്രി ഇങ്ങോട്ട് സന്ദർശിക്കാനായി എത്തുകയും ചെയ്യുന്നത്. അല്പസമയത്തിനകം എന്തായാലും മുഖ്യമന്ത്രി എത്തും. ഇവിടെ വലിയൊരു സ്കൂളാണ്. നേരത്തെ നമ്മൾ രാവിലെയൊക്കെ കണ്ട സ്കൂളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പിന്നീട് വീണ്ടും ആ സ്കൂളിൽ നിന്ന് ദുരിതാശ്വാസ ക്യാമ്പ് മാറ്റി സ്ഥാപിക്കേണ്ട സാഹചര്യത്തിലേക്ക് ഒക്കെ കാര്യങ്ങൾ പോയിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കുറച്ചുകൂടി സൗകര്യമുണ്ട്. അങ്ങോട്ടാണ് മന്ത്രി എത്തുന്നത്. എന്തായാലും നമുക്കൊപ്പം ഇപ്പോൾ തിരുവല്ല MLA വർഗീസ് മാമൻ ചേരുന്നുണ്ട്. എങ്ങനെയാണ് മുഖ്യമന്ത്രി എത്ര സമയം കൊണ്ടെത്തുന്നത്? മുഖ്യമന്ത്രി റാന്നിയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ആളുകളെ സന്ദർശിച്ച തിരുവല്ലയിലേക്ക് യാത്രാമധ്യയാണ്. 20-25 മിനിറ്റ് കൊണ്ട് തിരുവല്ലയിലെത്തും. ഇത് തിരുവല്ലയിലെ ആദ്യം ആരംഭിച്ച ക്യാമ്പാണ്. അതുകൊണ്ടാണ് ഇവിടെ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി എത്തുന്നത്. ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെയുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സും അവരുമായിട്ട് വിളിച്ച് തന്നെ മുഖ്യമന്ത്രി നേരിട്ട് കാണും. ദുരിതാശ്വാസ ക്യാമ്പിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി മുഖ്യമന്ത്രി ഈ പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകാനാണ് ഇവിടെ എത്തിച്ചേരുന്നത്. നേരത്തെ കുറച്ച് ക്യാമ്പുകളൊക്കെ മാറ്റി സ്ഥാപിക്കേണ്ടി വന്നിരുന്നു. ടൗണിൽ തന്നെയുള്ള ക്യാമ്പുകൾ ഉൾപ്പെടെ വെള്ളം കയറുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ പക്ഷേ അത്ര പ്രശ്നങ്ങളില്ല. എത്ര കുടുംബങ്ങളാണ്? തിരുവല്ലയിലെ ഏറ്റവും സേഫ് ക്യാമ്പുകളിൽ ഒന്നാണ് ഈ എന്തോബസ്. ഇത് വർഷങ്ങളായി നടക്കുന്ന ക്യാമ്പാണ്. ദേവസ്വം ബോർഡ് സ്കൂളിലെ 300 പേരെ നമ്മൾ ഇന്ന് MGM സ്കൂളിലേക്ക് മാറ്റേണ്ടി വന്നു. ടൗണിൽ തന്നെ ക്യാമ്പ് ആരംഭിച്ച ഭാഗത്തുകൾ പോലും വെള്ളം കയറുകയാണ്. അത് വളരെ അപൂർവമായി ഉണ്ടാകുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അപ്പർ കുട്ടനാട് പെരിങ്ങര പഞ്ചായത്തിലുള്ള ക്യാമ്പുകൾ നമ്മൾ ക്ലോസ് ചെയ്ത് തെരുവിലേക്ക് കൊണ്ടുവരികയാണ്. നിരന്തരം ഇതേ പ്രശ്നമുണ്ട്. കാരണം റോഡിൽ കൂടെ പോകണമെങ്കിൽ നമുക്കവിടെ ടോറസ് വാഹനം മാത്രമേ പറ്റത്തുള്ളൂ. എമർജൻസി ആവശ്യങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് അവരെ സേഫായിട്ട് തിരുവല്ലയിലേക്ക് കൊണ്ട് തിരുവല്ലയിലെ സ്കൂളുകളെല്ലാം തന്നെ ഇപ്പോൾ ക്യാമ്പിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. രാവിലെ MLA തന്നെ നേരിട്ട് ഭക്ഷണം പല സ്ഥലങ്ങളിലും എത്തിച്ചു. ഭക്ഷണം കിട്ടാത്ത പരാതിയോ ഏതെങ്കിലും തരത്തിൽ മരുന്നോ ഒക്കെ എത്തിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള പരാതി ബാക്കിയുണ്ടോ ഇനി? അതെ, സർക്കാർ സംവിധാനത്തിന്റെ പരാജയമല്ല. ഉദാഹരണം 200 പേരുള്ള MGM സ്കൂളിലെ ക്യാമ്പ് ഇന്ന് 12:30 ആയപ്പോഴത്തേക്ക് അവിടെ 300 പേരായി കഴിഞ്ഞു. 200 പേർക്കുള്ള ഭക്ഷണം പാചകം ചെയ്തു വന്നു. 100 പേർക്ക് ഇവിടെ കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വന്നു. അപ്പം തന്നെ നമ്മളോട് ഓടിയെത്തി സന്നദ്ധ സംഘടനകളെ കൊണ്ട് ഭക്ഷണം കുടിക്കുക. അങ്ങനെ ഒരു ഏകോപനം നമ്മൾ നടത്തുന്നത് കൊണ്ട് ഇവിടെ ക്യാമ്പിൽ ഒരു പരാതി ഉണ്ടാകുന്നില്ല. ക്യാമ്പിൽ കൂടുതൽ ആൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നിലവിലുണ്ടായിരിക്കുന്ന ആളുടെ അടിസ്ഥാനത്തിലാണ് സിവിൽ സപ്ലൈസ് സാധനം അവിടെ വിതരണം ചെയ്തിരിക്കുന്നത്. എന്തായാലും ശരി, പുറത്ത് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങുവാൻ ബഹുമാനപ്പെട്ട ചാർജുള്ള മന്ത്രി PC വിഷ്ണു നിർദ്ദേശം നൽകി. സപ്ലൈകോയുടെ ഗോഡൌണിൽ നിന്നല്ലാതെ തന്നെ നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങിച്ചുകൊണ്ട് ആ പോരായ്മ പരിഹരിക്കുകയാണ്. സന്നദ്ധ സംഘടനകളെല്ലാം ഇപ്പോൾ ഈ ക്യാമ്പിൽ തന്നെ 4 മണിക്കത്തെ ചായക്കുള്ള ക്രമീകരണം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. കാരണം എല്ലാ സ്ഥലത്തും എവിടെയെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ സന്നദ്ധ സംഘടനകളെ ബന്ധപ്പെടുത്തി ഭക്ഷണ ക്രമീകരണം ഇതുവരെ അങ്ങനെ പരാതി വരാത്ത രീതി ക്രമീകരിച്ചിട്ടുണ്ട്. വസ്ത്രങ്ങൾ ആളുകൾ ആവശ്യപ്പെടുന്നു തുടങ്ങി. ഷീറ്റ്, പായ, അതിനെല്ലാം ഇവിടെ പൊതുജന സംഘടനകളെല്ലാം സഹകരിക്കുന്നുണ്ട്. എന്തായാലും MLA ആണ് ഇപ്പോൾ കാര്യങ്ങൾ വിശദീകരിച്ചത്. അധികം പ്രയാസങ്ങളില്ലാതെ ദുരിതാശ്വാസ ക്യാമ്പുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. അതിന് സർക്കാരിൻ്റെ തന്നെ നിർദ്ദേശങ്ങളുണ്ട്. ഒപ്പം തന്നെ സന്നദ്ധ സംഘടനകളുടെ സഹായങ്ങളൊക്കെ ലഭിക്കുന്നുമുണ്ട് എന്നുള്ളതാണ് MLA വ്യക്തമാക്കുന്നത്. എന്തായാലും തിരുവല്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധാരണഗതിയിൽ വലിയ തരത്തിലുള്ള വെള്ളപ്പൊക്കമൊക്കെ 2018-ലും 19-ലും ഉണ്ടായ ഘട്ടത്തിൽ ഇവിടെയായിരുന്നു ക്യാമ്പ് ഉണ്ടായിരുന്നത്. അതേ നിലയിൽ തന്നെ ഏറ്റവും സേഫായ തിരുവല്ലയിലൊരു ക്യാമ്പാണ് സെന്റ് തോമസ് സ്കൂളിലെ ക്യാമ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇവിടെ പാർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.